നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓഗസ്റ്റ് മാസം നടക്കാൻ പോകുന്ന ടൈപ്പിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകളുടെ പുതിയ സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ സിലബസ് നമുക്ക് ഏതൊക്കെ കാറ്റഗറിക്കാണ്, സിലബസിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ 93/2023, 250, 256, 684, 698/2023 ഇത്രയും കാറ്റഗറി എക്സാമുകൾക്കാണ് പുതിയ സിലബസ് വന്നിട്ടുള്ളത്. അപ്പോൾ സിലബസിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് വെച്ചാൽ GK, കറണ്ട് അഫെയർസ് ഇതെല്ലാം കൂടി 10 മാർക്കിനാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതിൽ നിന്നും 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യങ്ങളാവും ഉണ്ടാവുക. ടൈപ്പ് റൈറ്റിംഗ് പാർട്ട് സാധാരണ നമ്മൾ ചോദിക്കുന്ന പോലെ തന്നെ 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് 20 മാർക്കും, അതുപോലെ തന്നെ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഈ ഭാഗത്ത് നിന്നും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഓരോ പാർട്ടും വിശദമായിട്ട് നോക്കാം. GK ആണെന്നുണ്ടെങ്കിൽ ഫാക്റ്റ് അബൌട്ട് ഇന്ത്യയും കേരളയും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നവോത്ഥാനവും കറണ്ട് അഫെയർസും കൂടി ചേർന്നാണ് 10 മാർക്കിന് ചോദിക്കുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പാർട്ടാണ്. 40 മാർക്കാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിന്നുമുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ മൊഡ്യൂൾ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ഇതിൽ തന്നെ പ്രത്യേക മാർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഹാർഡ്വെയർ കമ്പോണൻസ്, അതായത് ഇൻപുട്ട് ഡിവൈസും ഹാർഡ്വെയർ ഡിവൈസ് ഇതിൽ നിന്നൊക്കെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആവും ഉണ്ടാവുക. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പോണൻസ്, അതിനകത്ത് സോഫ്റ്റ്വെയറും ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ കോഡിംഗ് ഒക്കെ വരുന്നുണ്ട്, നമ്പർ സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 4 മാർക്കിനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഓഫീസ് ഓട്ടോമേഷനാണ്. ഇതിനകത്ത് വേഡ്, എക്സൽ, പവർ പോയിൻ്റ് എന്നിവയായിരിക്കും വരുന്നത്. ഇത് ഇത്രയും കൂടെ ചേർത്ത് 10 മാർക്കിനാണ് പറഞ്ഞിട്ടുള്ളത്. മോഡ്യൂൾ 3 എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. അപ്പോൾ ഇതിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, C++, വിഷ്വൽ ബേസിക്, .NET ഇവയെല്ലാം കൂടെ ചേർത്തൊരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. മൊത്തം 6 മാർക്കാണ് DBMSൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഡേറ്റാബേസ്, കൊറി, അതുപോലെ തന്നെ ഡേറ്റാബേസ് ലാംഗ്വേജസിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ വരുന്നത്. അടുത്ത ലാസ്റ്റ് മൊഡ്യൂൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നിന്ന് വരുന്നത് വെബ് ഡിസൈനിങ് ആണ്. ഇതിനകത്ത് നമ്മുടെ വേൾഡ് വൈഡ് വെബിനെ പറ്റിയിട്ടും വെബ് ബ്രൗസർ, സെർച്ച് എൻജിൻ, അതുപോലെ തന്നെ വെബ് ഡിസൈനിങ് ലാംഗ്വേജസ് HTML, ജാവാസ്ക്രിപ്റ്റ് ഒക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടെന്ന് പറയുന്നത് ടൈപ്പ് റൈറ്റിംഗ് ആണ്. ടൈപ്പ് റൈറ്റിങ്ങിൽ നിന്നും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അടുത്തതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ നിന്ന് ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആവും ഉണ്ടാവുക. അതിൽ നിന്ന് ഒരു കോംപ്രിഹെൻഷൻ പാസേജ് ഉണ്ടാകും, എഡിറ്റിംഗ് ഉണ്ടാകും, അതുപോലെ തന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസ്, വോയിസ്, പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച്, ഗ്രാമർ, ബേസിക് ഗ്രാമറൊക്കെ ആയിരിക്കും 20 മാർക്കിന് ചോദിക്കുന്നുണ്ടാവുക. അടുത്തതെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിന്നുള്ള 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഇതിൽ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, സമാന പദം, ചേർത്തെഴുതുക, അതുപോലെ തന്നെ ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, പിന്നെ സ്ത്രീലിംഗം, വചനം, പിരിച്ചെഴുത്ത്, ഘടകപദം ഇതൊക്കെയാണ് മലയാളത്തിൽ നിന്നും 20 മാർക്കിന് ചോദിക്കുന്നുണ്ടാവുക. അതുതന്നെ നമ്മുടെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് എക്സാമുകൾക്കൊന്നും മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സിലബസിൽ മാത്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആവും മാത്സിൽ നിന്നുണ്ടാവുക. അതിനകത്ത് സിമ്പിൾ അരിത്തമെറ്റിക്കും അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി 2ൽ നിന്നും 5 മാർക്ക് വീതം, അങ്ങനെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആവും ഉണ്ടാവുക. അപ്പോൾ സിലബസ് അറിഞ്ഞ് വേണം നമ്മൾ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഏകദേശം ഒരു 90 ദിവസത്തോളം നമ്മുടെ മുന്നിലുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും സമയം കളയാതെ പഠിച്ചു തുടങ്ങുക. സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ അത് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ ക്ലാസ്സുകൾ കാണുക, പ്രയോജനപ്പെടുത്തുക. താങ്ക്